ഹലോ, എല്ലാവർക്കും ആദീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. ഓയിൽ ഫ്രീ ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർ കഴിക്കാൻ പറ്റിയൊരു റെസിപ്പി കൂടെയാണ്. എന്നാൽ നമുക്ക് എങ്ങനെയാണ് ചിക്കൻ തയ്യാറാക്കുന്നത് നോക്കിയാലോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇന്ന് നമുക്ക് നമ്മുടെ റെസിപ്പിയിലോട്ട് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ ചിക്കൻ്റെ രീതിയിൽ 3 ബ്രസ്റ്റ് പീസസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ ഒന്ന് വരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. മസാലകളൊക്കെ നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതിലോട്ട് നമുക്ക് ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 ടീസ്പൂൺ അളവ് ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ചിക്കൻ ഫ്രൈക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. കൂടാതെ ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. ഞാൻ ഇവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ചിക്കനൊരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. കൂടാതെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലൂടെ അടുത്തത് നമ്മൾ ചില്ലി സോസാണ്. ഗ്രീൻ ചില്ലിയുടെ ഒരു 1/4 ടീസ്പൂൺ സോസാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ അടുത്തായി ചേർത്ത് കൊടുക്കുന്നത് സോയാ സോസാണ്. ഞാനിവിടെ സോയാ സോസ് 2 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. സോയാ സോസൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് പ്രത്യേക ഒരു ടേസ്റ്റിയാണ്. സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കുക. സോയാ സോസിൻ്റെ ഉപ്പിനനുസരിച്ച് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഈ മസാലകൾ ആദ്യം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ചിക്കനിലോട്ട് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഞാൻ ഇതേ രീതിയിൽ മസാലകളൊക്കെ പുരട്ടിയതിന് ശേഷം ഒരു 4 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു കേട്ടോ. ഇതേ രീതിയിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കഴിഞ്ഞ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കും പ്രത്യേക ഒരു ടേസ്റ്റാണ്. കൂടാതെ ഇതിലോട്ട് ഇച്ചിരി സൺഫ്ലവർ ഓയിലും വിനെഗറും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നമുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ അതേ രീതിയിൽ കടായിയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒട്ടും ഓയിൽ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഒട്ടും ഓയിൽ ചേർത്ത് കൊടുക്കാതെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മളുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ ആദ്യം ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് മറച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മളങ്ങനെ വേവിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് അടച്ച് വെച്ചൊന്ന് വേവിച്ച് കൊടുക്കുക. അടച്ച് വെച്ചൊന്ന് വേവിച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ. പിന്നെ അടിയിൽ പിടിക്കത്തുമില്ല. ഇതേ രീതിയിൽ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേ നമ്മൾ സ്മോക്കിംഗ് ചെയ്ത ചിക്കൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരും. ഇതിന് ആ സ്മെല്ലൊക്കെ കിട്ടും. ഞാൻ ഏകദേശം ടോട്ടൽ ഒരു 10-15 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഒരു വശം നല്ലതുപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ടോ. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ഇത് കുക്കായിട്ടുണ്ടെന്ന്. വീണ്ടും മറുവശം നമുക്ക് വേവുന്നതിന് വേണ്ടിയിട്ട് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. നമ്മുടെ ചിക്കൻ ടോട്ടൽ വെന്ത് കിട്ടാൻ 20 മിനിറ്റൊക്കെ വേണം കേട്ടോ. നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുന്നത് കൊണ്ടാണ് 20 മിനിറ്റൊക്കെ ആവശ്യമായി വരുന്നത്. ഇപ്പോൾ ചിക്കൻ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. സ്മോക്കിങ്ങിൻ്റെ പെർഫെക്റ്റ് ആയിട്ടൊരു ടേസ്റ്റ് നമുക്ക് ഇതിലോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു പാത്രത്തിൽ ഇച്ചിരി നമ്മുടെ കനലുണ്ടല്ലോ, തീ നമ്മൾ അടുപ്പിൽ കൂട്ടി തീയുടെ കനലിലിട്ട് അതിലോട്ട് ഇച്ചിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് അടച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ആ സ്മോക്കിങ്ങിൻ്റെ ഒരു ഫ്ലേവർ ഇതിന് കിട്ടും. ഞാനിവിടെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇനി ബാക്കിയുള്ള ചിക്കനും കൂടെ നമുക്ക് ഇതേ രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം ചിക്കനൊക്കെ കുക്ക് ചെയ്തെടുത്തില്ല, അതേ രീതിയിൽ ബാക്കിയുള്ള ചിക്കൻ നമ്മൾ നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു വശം നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം മറിച്ചിട്ട് കൊടുത്ത് മറുവശവും നമ്മൾ വേവിച്ചെടുക്കുക. ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നതൊക്കെ പറ്റിയൊരു ചിക്കൻ റെസിപ്പിയാണ് ഇത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഓയിൽ ഫ്രീ ആണ്. നമ്മൾ ഇതേ രീതി അടച്ചു വെച്ചാണ് വേവിച്ചെടുക്കുന്നത്. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ട് നമ്മുടെ ചിക്കൻ നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്ത് വരികയും ചെയ്യും. നമ്മൾ ഒട്ടും
എണ്ണയും യൂസ് ചെയ്യാണ്ട് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ ഇവിടെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഇതേ രീതിയിൽ ചിക്കൻ തയ്യാറാക്കി നോക്കൂ കേട്ടോ. പിന്നെ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റും ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.